നമ്മൾ ഈ CA പ്രൊഫഷണൽ കോഴ്സിൽ കുട്ടികൾ തോൽക്കുന്നത് അത് 4 രീതിയിലുണ്ടാവുക. ഞാൻ കണ്ടെടുത്തോളാം. ഒന്ന്, ചില കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30% അല്ലെങ്കിൽ 40% ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. അവരെ സംബന്ധിച്ചിടത്തോളം അവർ തോൽക്കും. അത് 100% ഉറപ്പാണ്. അത് നമ്മൾ പ്രത്യേകിച്ച് അതിന് കാരണമൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ. രണ്ടാമത്തെ കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എക്സാമിൻ്റെ കറക്റ്റ് ഒരു മാസമായിരിക്കും ഇവർ പഠിക്കാനിരിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ പഠിച്ചിട്ട് ഒരു 70% കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. പക്ഷേ 100% കംപ്ലീറ്റ് ആവില്ല. അന്ന് എക്സാം ഹാളിൽ പോകുന്ന സമയത്ത് ഇവർ ഒന്നുകൂടി ചിന്തിക്കും, ഒരാഴ്ച കൂടി കിട്ടിയിരുന്നെങ്കിൽ ഞാനിത് 100% ആക്കുമായിരുന്നു. പക്ഷേ ഇവർക്ക് തന്നെ അറിയാം എക്സാം കഴിഞ്ഞുടനെ ഞാൻ തോക്കുന്നുള്ളത്. ബട്ട് സ്റ്റിൽ ഇവർ എന്താക്കില്ല, എക്സാം കഴിഞ്ഞുടനെ വീണ്ടും പഠിത്തം സ്റ്റാർട്ടാക്കില്ല. നെക്സ്റ്റ് എന്ത് ചെയ്യും, അടുത്ത എക്സാമിൻ്റെ ഒരു മാസം മുമ്പ് വീണ്ടും പഠിത്തം സ്റ്റാർട്ട് ചെയ്യും. ആ ടൈമിൽ വീണ്ടും അഗെയിൻ 70% പഠിക്കും. അപ്പോൾ വീണ്ടും അവർക്ക് ഒരാഴ്ച കൂടി കിട്ടിയിരുന്നെങ്കിൽ. ഇങ്ങനെ ഒരു ലൂപ്പിൽ പെട്ട് ഇവരിങ്ങനെ തോറ്റ് കൊണ്ടുപോയിരിക്കും. ക്ലിയർ. പിന്നെ മൂന്നാമത്തെ കാറ്റഗറീസ് ഓഫ് സ്റ്റുഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ 100% പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇവർക്ക് എക്സാമിൻ്റെ തലേന്ന് ഇത് കംപ്ലീറ്റ്ലി റിവൈസ് ചെയ്ത് തീരില്ല. ഓക്കെ, അതിനുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആദ്യം പഠിക്കുന്ന ടൈമിൽ പ്രോപ്പർ റിവിഷൻ നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. രണ്ടാമത്തേത് അഡ്ജസ്റ്റ്മെൻറ്റ് ബുക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. ഇപ്പോൾ നമ്മുടെ ഈ ICA CMA ക്വസ്റ്റ്യൻസ് പാറ്റേൺ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ മനസ്സിലാവും, ഓരോ ക്വസ്റ്റ്യനും പുതിയ അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ ഉണ്ടാവും. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രം നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സാമിൻ്റെ തലേന്ന് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ബുക്ക് മാത്രം നമ്മൾ വായിച്ചാൽ മതി.